തൂന്നയ്ക്കൽ മുങ്കാട്ടുമൂല മേലത്തിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ നടത്തിപ്പുകാരൻ എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ അങ്ങനെ ഉള്ള നടത്തിപ്പുകാരനായിട്ട് ഞാൻ ഭഗവതിയുടെ അനുമതിയോടുകൂടി ഇവിടുത്തെ സംഘാടകനായിട്ട് എൻ്റെ നടത്തിപ്പുകാരനായിട്ട് ഇവിടെ പ്രവേശിക്കുകയാണ് ചെയ്തത്. ഇത് മൊത്തത്തിൽ 5 കുടുംബക്കാരുടെ വക എന്നൊക്കെയാണ് ഇതിൻ്റെ പ്രമാണങ്ങൾ പറയുന്നത്. സത്യവും അത് തന്നെയാണ്. എങ്കിലും ഈ 5 ശാഖക്കാർ ഇന്ന് ഈ ക്ഷേത്രത്തിന് യാതൊരുവിധ നന്മകളും ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ് എൻ്റെ സത്യം. പുരോഗതിയെ ചൂഷണം ചെയ്യുന്ന ഒരു മനോഭാവം മാത്രമേ അവരിലുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെ അനുഭവം കൊണ്ട് ഒറ്റയ്ക്ക് ഇതിനു വേണ്ടിയുള്ള ശ്രമഭാഗങ്ങൾ, ഇതിന് സാമ്പത്തികം ഉണ്ടാക്കുക, ഇതിൻ്റെ കാര്യാദികൾ അന്വേഷിക്കുക, ഒറ്റയ്ക്ക് തന്നെ ഇതെല്ലാ കാര്യങ്ങളും ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളൊരു അർച്ചന നടത്താൻ വന്നാൽ അർച്ചന നടത്തണമെങ്കിൽ വാഴയില വേണം. അപ്പോൾ അതുവരെ ഞാൻ കൊടുത്തെങ്കിൽ മാത്രമേ പൂജാരിയെ കൊണ്ടത് ചെയ്യിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ക്ഷേത്ര ശുദ്ധീകരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എൻ്റെ ശ്രമം തന്നെ ഉണ്ടായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആണ്ടുതോറും നടത്തുന്ന ഉത്സവാദി ചടങ്ങുകൾക്ക് ഇവിടെ കമ്മിറ്റിയൊന്നുമില്ല. അപ്പോൾ അത് വിശ്വാസികളെ അറിയിച്ചുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇതിനോട് ഭഗവതിയോട് വിശ്വാസമുള്ളവർ, ഈ ക്ഷേത്രം കൊണ്ട് നന്മ നേടിയ ഒത്തിരി വിശ്വാസികൾ, ആളുകൾ, കുടുംബങ്ങളുണ്ട്. അവരുടെ സഹകരണം കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാസം തന്നെ 30 ദിവസത്തെ കാര്യാദികൾ ഇവിടെ നടക്കണമെങ്കിൽ 50,000 രൂപയിൽ കുറയാത്ത ഒരു അവസ്ഥ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അതിവിടെ നടത്തി മുന്നോട്ട് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് തകുന്ന രീതിയിലുള്ള വരുമാനങ്ങൾ ഭക്തജനങ്ങളിൽ നിന്നും ഇവിടെ വന്നെത്തുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ എത്തിയ വിശ്വാസികൾക്ക് പലവിധ നന്മകൾ സിദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവതിയുടെ അനുഗ്രഹത്താൽ പല പല നന്മകളും നേടിക്കൊണ്ടിരിക്കുന്നു. ആ വിശ്വാസികൾ ആ രക്ഷാകവചത്തിൽ നിന്നും ഭഗവതിയെ പിന്തുണയ്ക്കുന്ന ഒരു പശ്ചാത്തലം, അവരൊരു ഫണ്ട് ഇവിടെ ഏൽപ്പിക്കുക, അതിനോട് സഹകരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലൂടെയാണ് ഈ ക്ഷേത്രം ഇന്ന് നടത്തിക്കൊണ്ടു പോകുന്നത്. പലർക്കും ജോലി കിട്ടുന്നു, രോഗശാന്തി, കുടുംബ ഐശ്വര്യങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പദങ്ങൾ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു ഭക്തൻ വന്നു ആഗ്രഹിക്കുന്ന പദം എന്ന് പറഞ്ഞാൽ കോടീശ്വരനാകുക, രക്ഷാതി, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ജീവിതത്തിന് ആവശ്യമായ കഷ്ടതകളിൽ നിന്നും മോചനം, അതിനു വേണ്ടിയുള്ളതെല്ലാം ഇവിടെ നിന്ന് സിദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദേവ സങ്കേതമാണ് ഇതിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്ന ഈ ദേവ സങ്കേതം. ഏത് ദുരിതങ്ങളോ ആയിക്കോട്ടെ, നിങ്ങളിവിടെ വന്നെത്തുക, പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് മോചനം നേടുക, അതിവിടെ കൊണ്ട് സാധ്യമാകും എന്ന് ഞാൻ നിങ്ങൾക്ക് ആത്മീയമായി തന്നെ ഉറപ്പു തരാം. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം. അപ്പോൾ നാം ഇന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മർമ്മമായ ചില ഭാഗങ്ങളെക്കുറിച്ച് ആണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ മനുഷ്യരാശിയിൽ ഇന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യങ്ങളെക്കുറിച്ച് ആരും അങ്ങനെ ഗഹനമായി ആലോചിക്കാറില്ല. അതിൻ്റെ പേരിൽ വലിയ വലിയ പരാജയങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും പല രീതിയിലാണ്, പല തട്ടുകളിലാണ് മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തെക്കുറിച്ച് ആരും അങ്ങനെ വലിയ വില കൊടുക്കാറില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല. അതാണ് ഒരു പരമായ സത്യം. അതിൻ്റെ നാശമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിപത്തുകൾ. ഓരോരുത്തരും എന്തൊക്കെയോ സുഖങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആർക്കും നിശ്ചയമില്ല ഞാൻ എവിടേക്ക് പോകുന്നു, എന്തിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു മനുഷ്യനും നിശ്ചയമില്ലാത്ത ഒരു കാലഘട്ടമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ദൈവിക ചിന്തകൾ ഒരു
വശത്ത് ഒരു ചെറിയ നിഴൽ പോലെ മാത്രം പിന്തുടരുന്ന ഒരു പശ്ചാത്തലമാണ് ഇന്ന് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. എല്ലാവർക്കും വലിയ മോഹങ്ങളും ആഗ്രഹങ്ങളും ഇങ്ങനെ അതിനുവേണ്ടി ഓരോരോ വേഷങ്ങൾ കെട്ടി മനുഷ്യൻ ആടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ വേഷങ്ങൾ കെട്ടി അതിന് നമ്മൾ കഥാപാത്രങ്ങളായി ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ജീവിതത്തിലേക്ക് ആരും തന്നെ കടന്നു വരാൻ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും പ്രത്യേക പ്രത്യേക തീരുമാനങ്ങളാണ്. ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു സമൂഹം എന്ന് പറയണം. അതായിരിക്കില്ലേ ശരി ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പത്രമാധ്യമങ്ങളിൽ ദിവസവും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഇതാരും ആരെയും പഠിപ്പിച്ചതല്ല. ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് പെരുമാറി ജീവിച്ചതിൻ്റെ അടിത്തറകളാണ് പൊളിഞ്ഞ് അടുക്കി വെച്ചതിന് ശേഷം സമൂഹം മാധ്യമങ്ങളിലൂടെ ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം കണക്കുകൾ മാത്രമേ ഉള്ളൂ മനുഷ്യർ. യാഥാർത്ഥ്യങ്ങൾ വളരെ ചുരുക്കമാണ്. ഇപ്പം ഞാനും നിങ്ങളും എല്ലാം ഓരോ സങ്കല്പ ലോകത്താണ്. എന്തൊക്കെയോ നമ്മൾ കീഴടക്കണമെന്നുള്ള ഒരു ആകാംക്ഷയിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ വരും ഇങ്ങനെ വരും എന്നുള്ളത് കണക്ക് കൂട്ടൽ. അവസാനം നമ്മൾ എങ്ങുമെത്താതെ പരാജയപ്പെടുമ്പോൾ നമ്മൾ ആരെ കുറ്റപ്പെടുത്തണം? നാം നമ്മെ തന്നെ കുറ്റപ്പെടുത്തണം. കാരണം നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിച്ചതിൻ്റെ ഒരു പൊയ്മുഖത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അതാണ് ശരിയെന്ന് സങ്കല്പിച്ച് അതിൻ്റെ പിറകെ പോയതിൻ്റെ ശിക്ഷയാണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ അത് ഇന്നത്തെ മനുഷ്യനോട് പറഞ്ഞാൽ മനസ്സിലാവും, ഇന്നത്തെ സമൂഹത്തോട് പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ഒരുപക്ഷെ അങ്ങനെ സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ ആ സമർത്ഥനത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ആരോ അവന് തലയ്ക്ക് സുഖമില്ലെന്ന് പറയും സമൂഹം. അതാണ് ഇന്നത്തെ ലോകം. കാര്യം എന്താണ്? ആർക്കും ആരെക്കുറിച്ചും ഒരു നിശ്ചയവുമില്ല. 15 വയസ്സ് എത്തണ്ട, അതിനു മുമ്പ് മദ്യപാനവും മറ്റു രീതിയിലുള്ള നമ്മുടെ സംസ്കാരങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിന് യോജിക്കുന്ന നടപടിയല്ല സ്ത്രീയും പുരുഷനും ഇന്ന് നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ. ഓരോ ദിവസവും വാർത്തകളിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, ആ രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ലോകം തന്നെ നശിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വിഭാഗം ജനം അതിൽ നിന്നും വലിയ കുന്നുകൂടിയ സമ്പത്തും സമ്പാദിച്ചും കൊണ്ട് അവരങ്ങനെ ലോക ജനതയെ മൊത്തം നമ്മൾ തട്ടിച്ച് നമ്മൾ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്നുള്ള സന്തോഷത്തിൽ അവർ ജീവിക്കുന്നു. പക്ഷേ നമ്മൾക്ക് പറ്റുന്ന അപാകത, നമ്മൾ എവിടേക്ക് പോകുന്നു ചിന്തിക്കാൻ നമ്മുടെ സമൂഹത്തിന് സമയമില്ല. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈശ്വരീയ മാർഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്ഷേത്രം, അവിടെ ഒരു ഭജന, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ആത്മീയമായ കാര്യങ്ങൾ, ഈശ്വരീയമായ കാര്യങ്ങൾ നടക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഭക്ഷണങ്ങളും എല്ലാ ക്ഷേത്രങ്ങളിലും എന്തെങ്കിലും ചടങ്ങുണ്ടെങ്കിൽ ഭക്ഷണങ്ങളും സൗകര്യം. കാരണം ഈ ആളുകൾ അങ്ങനെയെങ്കിലും വന്ന് കുറച്ചു നേരം ഇരിക്കണമെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. കുറച്ചെങ്കിലും കേൾക്കാൻ തയ്യാറാകുകയാണെങ്കിൽ അതിനു വേണ്ടിയൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എത്ര പേരുണ്ടാവും? അന്നദാനം മഹാദാനം. അന്നദാനം മഹാദാനം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നേരത്തെ ആഹാരം അല്ലല്ലോ, കാപ്പി ഊണ് എല്ലാ ഭക്ഷണവും കാലത്ത് മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള എല്ലാ ഭക്ഷണ രീതികളും അവിടെ ഉണ്ട്. ആർക്കുണ്ട് സമൂഹത്തിൽ ദാരിദ്ര്യം? അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ മനുഷ്യൻ അതിനെ ചിന്തിക്കുന്നില്ല. പൈസ ധൂർത്ത് മാത്രം. അതെ, ആഡംബരത്തിന്റെ പിറകെ പോവുകയാണ് നമ്മളൊക്കെ. ആഡംബരം കാര്യം എന്ത് ചെയ്താലും പഴയ കാലത്തല്ല. പഴയ കാലത്ത് ഒരു തോട്ടം കൊടുത്ത് അതിനെ ആറ്റിൽ പോയി കുളിക്കുമ്പോൾ, തോട്ടിൽ പോയി കുളിക്കുമ്പോൾ അതിനെ അടിച്ചേറ്റി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം വരെ. അത് മാറി വേഷവിധാനങ്ങളിലേക്ക് പോയി മനുഷ്യൻ ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം ഫാഷൻ എന്ന് പറയുന്നത് എന്തോന്ന് ഫാഷൻ? മനുഷ്യനെ ഭ്രാന്തനാക്കുന്ന ഫാഷൻ. വസ്ത്രം ധരിക്കുന്നത് നമ്മളെ നാണം മറയ്ക്കാനാണ്, ശരീര ഭാഗങ്ങൾ മറയ്ക്കാനും. അതിനൊരു കീഴ്വഴക്ക ആചാരമുണ്ട്. നമ്മുടെ പൂർവികമായിട്ട് ഒരു കീഴ്വഴക്ക ആചാരമുണ്ട്. അതിനു വേണ്ടിയാണ്. അല്ലാതെ അതിനകത്തൊരു ഫാഷനില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഫാഷൻ ശരിയാണോ? നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടെന്ന് നമുക്ക് സ്വയം അറിഞ്ഞൂടെ?
അത് മറ്റൊരാളെ പ്രദർശന വസ്തുവായിട്ട് കണ്ണാടിയിരിക്കുന്ന പലഹാരം പോലെ കാണിക്കേണ്ട കാര്യമുണ്ട്? ഇല്ല. അപ്പം നമ്മൾ അത്ര കണ്ട് അധപ്പതിച്ചിരിക്കുന്നു. കാരണം അത് ഇരിക്കട്ടെ, നമ്മളൊരു ഇപ്പോൾ കാണുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് ഒരു വലിയ കൊട്ടാരം വയ്ക്കണം, വിശാലമായ AC തന്നെ ആയിരിക്കണം മൊത്തം, പട്ടിക്ക് വരെ AC റൂമാണ്. അപ്പോൾ അങ്ങനെ മനുഷ്യനെ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ സുഖഭോഗങ്ങളുടെ പിറകെ പോയതുകൊണ്ട് എന്താണ് നേട്ടം? നമുക്കെന്ത് ഗുണമാണ് അതുകൊണ്ട് സിദ്ധിക്കുന്നത്? അപ്പോൾ അത് ആഡംബര ജീവിതം നയിച്ച് എന്തോ നാളെക്കുറിച്ച് ആരും ആലോചിക്കുന്ന അന്നുള്ള സുഖ സൗകര്യങ്ങൾ കൊണ്ട് ആഡംബര ജീവിതം നയിച്ചുകൊണ്ട് ആ ആഡംബരാതി ജീവിതത്തിൽ ആറാടി അങ്ങനെ ഒരു ദിവസം അവസാനിപ്പിക്കുന്നു. അതെ, നമ്മൾ വാങ്ങിക്കൂട്ടുന്നതല്ല ആഡംബരാതിക്ക് നമ്മൾ പണം മുടക്കി ചെയ്യുന്നതെല്ലാം നമുക്ക് നാളെ ഉപയോഗിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ ഒരു സമൂഹം, അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യനിൽ കുടിയിരിക്കുന്നു. അപ്പോൾ അതുമല്ല, ഓരോന്നും പ്രേരിതമായ പരസ്യങ്ങൾ ആണല്ലോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്നത്, എല്ലാവർക്കും ആകർഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യന് ആകർഷണത്തിൻ്റെ പിറകെയാണ് പോകുന്നത്. യാഥാർത്ഥ്യത്തിൻ്റെ പിറകെ പോകാൻ ആർക്കും സമയമില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ സ്വാമിയെ പോലുള്ളവരുടെ കാര്യം തന്നെ എക്സാമ്പിൾ. അങ്ങനെയായിരുന്നെങ്കിൽ ഈ കിട്ടുന്ന ധനം എല്ലാം സ്വന്തം ലൗകിക സുഖത്തിന് മാത്രം ഉപയോഗിച്ച്, അങ്ങനെയാണെങ്കിൽ ഇന്ന് കാണുന്ന ഈ മേലുതിൽ ഭഗവതി ക്ഷേത്രം, ഈ കാണുന്ന കോടിക്കണക്കിന് ഉള്ള ആസ്തിയുണ്ട്. പക്ഷെ അത് ഉണ്ടാക്കാൻ ഞാൻ എന്തുമാത്രം ദാഹത്തപ്പെട്ടു. ഇതിലുള്ള കുടുംബാംഗങ്ങൾ 5 ശാഖക്കാരെന്നാണ് പറയുന്നത്. കണ്ടമാനം സ്വത്തുവകകൾ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്ര സമൂഹമാണത്. സ്വാമി ഇന്നും ഭയങ്കര ആഡംബരത്തിലേ ഇല്ലാതെയാണ് ജീവിക്കുന്നത്. ഇന്നലെയും ഞാൻ കണ്ടു സ്വാമി നടന്നു പോകുന്നത്. അതെ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ഷർട്ട് സാധാരണ എല്ലാ പൗരന്മാരും പോകുന്നത് പോലെയുള്ള വേഷവിധാനത്തിലേ പോവുള്ളൂ. പിന്നെ നെറ്റിയിലെ കുറി മാത്രം ഞാൻ മാറ്റി കളയില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ സ്വാമിയോട് ചോദിക്കുകയായിരുന്നു, സ്വാമി വണ്ടി പിടിക്കാത്തത്? സ്വാമിക്ക് വണ്ടി? അല്ല, എനിക്ക് വണ്ടിയുണ്ട്. എൻ്റെ വീട്ടിൽ കാറ് കിടപ്പുണ്ട്. എൻ്റെ മകൻ ഇവിടെ ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് പോയി അന്യരാജ്യത്ത് പോയി അവൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി അച്ഛനെ സഞ്ചരിക്കാൻ കാറില് ആട്ടോയിലോ ബസ്സിലോ പോകേണ്ട കാര്യമല്ല. അച്ഛന് കൃത്യസമയത്ത് പോയി കാര്യങ്ങൾ നടമാടിക്കൊണ്ട് വരാൻ വേണ്ടി അതിന് ഡ്രൈവറെ മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി. എൻ്റെ പിള്ളേർ എല്ലാവരും ഡ്രൈവിങ്, ബൈക്ക് ഓടിക്കാൻ പഠിച്ചു, കാർ ഓടിക്കാൻ പഠിച്ചു, എല്ലാം അറിയാം. എനിക്ക് 4 ചെറുകുട്ടികളുണ്ട്. 4 പേർക്ക് ഡ്രൈവിംഗ് അറിയാം. ആ ഇളയ കുട്ടിക്ക് പോലും അറിയാം, ഏറ്റവും ഇളയവൻ. അവന് വേണ്ടി സ്വാമി എപ്പോഴും ഓട്ടോ ഓടിച്ചാണ് പോണത്. അപ്പൊ ഇന്നലെ ഞാൻ ചോദിക്കുകയും ചെയ്തു, ഇതെന്താണ് കാരണം? നമുക്ക് വെളിയിൽ നിന്ന് ഒരു ഡ്രൈവറെ വെച്ച, അപ്പോ ഇതിൽ ഒരു വിഭാഗം ആളുകൾ എന്ത് പറയുമെന്നറിയാം, ഓ അവന്റെ ഗമ കണ്ടോ. ഇതിന്റെ പിന്നിലെ സത്യം യഥാർത്ഥത്തിൽ അവരും കാണുന്നില്ല, കണ്ടാലും പറയില്ല. പക്ഷേ ഞാൻ സമൂഹത്തിൽ ഇന്നും അങ്ങനെയാണ്, ഒരു സാധാരണ ആൾ തന്നെയാണ് അന്നും ഇന്നും. നമുക്കൊരു വന്മയൊന്നുമില്ല. നമ്മുടെ ശിക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഉപദേശത്തിൽ ദേവിയുടെ കടാക്ഷത്താൽ രക്ഷപ്പെട്ട 100 കണക്കിനല്ല, ഇന്ന് 1000കണക്കിന് കുടുംബങ്ങളുണ്ടെന്ന് പറയാം രക്ഷപ്പെട്ടവര്. വലിയ വലിയ ദുരിതങ്ങളും, അതുകൊണ്ടാണല്ലോ ഈ ഇന്റർവ്യൂ ഞാൻ എടുക്കുന്നത്. അത് വലിയ ദുരിതങ്ങൾ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത അവരുടെ സമ്പത്ത്, വലിയ സമ്പത്തുണ്ടായിരുന്ന ആളുകൾ ക്ഷയിച്ച് രോഗത്താലും പീഡനങ്ങളാലും ക്ഷയിച്ച് ഇല്ലാത്ത വിപത്തുകളിൽ നിന്നും ഒരു രീതിയിലും മോചിപ്പിക്കാൻ ചികിത്സാവിധികൾ നേടുക. എന്നാൽ അതുകൊണ്ട് ഫലമില്ല. അവസാനം മാന്ത്രികന്മാരെ കണ്ട് അവരുമായിട്ട് സഹകരിച്ച് അതിലുള്ള മാന്ത്രിക വിധിയിലുള്ള കാര്യങ്ങൾ നോക്കുക. അവിടെ നിന്നും രക്ഷപ്പെടാതെ അവസാനം ശ്വാസം മാത്രം ബാക്കി വെച്ച് നടക്കാൻ പോലും ശേഷിയില്ലാതെ മറ്റൊരാളുടെ സപ്പോർട്ടിലായിരിക്കും ഇവിടെ വരുന്നത്. ഭഗവതിയുടെ സന്നിധിയിൽ വന്നു, ഞാൻ കണ്ടു, സംസാരിച്ചു, ഞാൻ അവരെ ദേഹമൊന്നൊക്കെ പരിശോധിച്ചൊക്കെ നോക്കി. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ അവർ പറയുന്നു, ഇപ്പം എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും തോന്നുന്നില്ല, ഇപ്പം എനിക്ക് നടക്കാൻ കഴിയുന്നുണ്ട്,
എനിക്ക് ശ്വാസം വിടാൻ ബുദ്ധിമുട്ടില്ല. എൻ്റെ ശരീര അവയവങ്ങൾക്ക് ഇപ്പോൾ പഴയതുപോലെയുള്ള ആ ഭാരം അനുഭവപ്പെടുന്നില്ല, വേദന അനുഭവപ്പെടുന്നില്ല, മരവിപ്പ് അനുഭവപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിൽ ഞാൻ പൊതുജനങ്ങൾ കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഒരു ഹോളി ലാൻഡ് ആണ്, ഒരു പരിശുദ്ധമായ ഭൂമിയാണ് ഇതെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഞാന് ദൈവമല്ല, പക്ഷെ എങ്കിൽ പോലും ഈശ്വരീയമായ എന്തോ ഒരു വെളിച്ചം എനിക്ക് അനുവദനീയമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ ഈ സ്പർശനം കൊണ്ട് അവർക്ക് ആശ്വാസം കിട്ടിയെന്ന് പറയാനൊരു വഴി ഒരുങ്ങുന്നത് പോലും അതാണ്. ഞാൻ ദൈവമാണ്, ഞാൻ മിടുക്കനാണ്, എന്നിൽ കവിഞ്ഞ് പ്രപഞ്ചത്തിൽ ഒന്നുമില്ല എന്ന് ധരിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയല്ല. അപ്പോൾ ആ രീതിയിൽ ഞാൻ ആഴി മധ്യത്തിൽ ഇറങ്ങി നിൽക്കാറുണ്ട്. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആഴിയുടെ മധ്യത്തിൽ ഞാൻ ഇറങ്ങി നിൽക്കും. എൻ്റെ ശരീരം പൊള്ളിയിട്ടില്ല ഇതുവരെ. തിളച്ച് വാർപ്പിനകത്ത് നിറച്ച് വെളിച്ചെണ്ണ, നല്ല സുന്ദരമായ ശുദ്ധമായ വെളിച്ചെണ്ണയിട്ട് തിളപ്പിച്ച് തീ പിടിക്കുന്ന രീതിയിൽ തിളപ്പിച്ച് അത് അങ്ങനെ വെട്ടിത്തിളച്ചുകൊണ്ട് കിടക്കുന്ന എണ്ണ ഞാൻ കോരി കുളിക്കുന്നുണ്ട്. ഇന്നുണ്ടല്ലേ സ്വാമി? വെള്ളിയാഴ്ച 7:30 ശേഷം അത് ഇന്ന് വരെ എൻ്റെ ശരീരത്തിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. മെഡിസിൻ ആണെന്നാണ് സ്വാമി പറയുന്നത്. ആ എണ്ണ അങ്ങനെ അനുഗ്രഹത്താൽ കോരിക്കുളിക്കുന്ന എണ്ണ പിന്നെ ജനങ്ങള് അത് ഔഷധമായിട്ട് കൊണ്ടുപോയി കൈകാര്യം ചെയ്യുന്നത്. പല വിപത്തുകൾക്കും ശരീരത്തിൽ പുരട്ടുമ്പോൾ ആശ്വാസം കിട്ടുന്നുണ്ട്, ഉള്ളിൽ കഴിക്കുമ്പോൾ ചില രോഗങ്ങൾക്ക് ശമനം കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇന്നും വിശ്വാസികൾ പറഞ്ഞ് വെള്ളിയാഴ്ച ദിവസം എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ അനുഗ്രഹമുണ്ട്. അപ്പോൾ എണ്ണ ഇങ്ങനെ തിളപ്പിക്കാറുണ്ട്. ആ എണ്ണ കോരി കൊടുക്കുന്ന ബാക്കി വരുന്ന എണ്ണ ഇതുപോലെ വിശ്വാസികളായ ആളുകൾ ഇന്നും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിലൊക്കെ നടക്കുന്ന ഒരു ദേവസങ്കേതമാണ് മങ്കാട്ടുമൂല തോന്നയ്ക്കൽ. തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കൽ ദേശത്ത് മങ്കാട്ടുമൂല എന്ന് പറയുന്ന സ്ഥലത്ത് മേലതിൽ ഭഗവതി ക്ഷേത്രമെന്നും പറഞ്ഞിങ്ങനെ ഇവിടെ ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, പിന്നെ ഉപദേവതമാരായി മന്ത്രമൂർത്തികൾ 5 പേര്, മാടൻ, മാടത്തി, നാഗങ്ങള്, യക്ഷസ്, ഇങ്ങനെ തുടങ്ങിയുള്ള ശക്തികളും ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയാണ് ഈ ദേവസങ്കേതം. അതിന് പുറമെ ഇവിടെ പാരമ്പര്യമായിട്ട് വന്നതെന്നാണ് സ്വാമി പറയുന്നത്. അതെ, ഇവിടെ ഒരു ആല് നിൽപ്പുണ്ട്. ആ ആലില് നമ്മള് നോക്കിയാല് നിറയെ മണികൾ കെട്ടിയിട്ടുണ്ട്. ആ ആല് വളരെ ശക്തിയുള്ള ആലാണ്. പല ആളുകളും ആ ആലിൽ തൊടുമ്പോൾ പല വികൃതമായ വേലകൾ കാണിക്കാറുണ്ട്. എന്തെങ്കിലും പിശാചിൻ്റെയൊക്കെ ശല്യമുള്ളവരായിരിക്കും അത് കാണിക്കുന്നു എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ഒടുവിൽ ദേഹം നടന്ന് ആ ആലിൻ്റെ ചുവട്ടിൽ തന്നെ വീഴുക, അതിൽ നല്ലവരായി മടങ്ങിപ്പോകുക. അതിന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് നോക്കിയാൽ കാണാം, അതിന് ഇഷ്ടംപോലെ മണി കെട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അത് തന്നെ അവിടെ കെട്ടിയിട്ടുണ്ട് ആളുകൾ. 5 മണി, 7 മണി, 9 മണി, 11 മണി ഇങ്ങനെ കണക്കാക്കി ഓരോരുത്തരും അവരെ യഥാശക്തി പോലെയാണ് നേടുന്നത്. ഞാൻ 10 മണി കെട്ടിയേക്കാം, അല്ലെങ്കിൽ 5 മണി കെട്ടിയേക്കാം. ഇങ്ങനെ കെട്ടിയ മണികളാണ് അത് ഈ നോക്കിയിട്ടിരിക്കും. ചിലപ്പോ അവരുടെ നോർമൽസി നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിഭ്രാന്തി ആയിരിക്കാം അല്ലേ? പക്ഷെ എന്തായാലും ഈ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുമ്പോ അത് നോർമൽ ആവുന്നുണ്ട് അവര്. അതാണ് ഇത് പരിശുദ്ധ ഭൂമി എന്ന സ്വാമി ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്ക് നാളെ